നയന അടുക്കളയിൽ പാചകം ചെയ്യാതിരിക്കും കേട്ടോ. നവ്യോട് ചോദിക്കുന്നുണ്ട്, എന്താ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നേ? അതോ ഞാൻ ഹൽവ ഉണ്ടാക്കുക. ആദർശേട്ടന് ഹൽവ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ പുറത്തുനിന്നൊന്നും ആദർശേട്ടൻ അങ്ങനെ വാങ്ങി കഴിക്കാറില്ല. അതുകൊണ്ട് വീട്ടിൽ വെച്ച് തന്നെ ഞാൻ ഉണ്ടാക്കാൻ നോക്കുക എന്ന് പറയുന്നുണ്ട്. നീ പണ്ടൊക്കെ ഉണ്ടാക്കാറുള്ളതല്ലേ, നല്ല ടേസ്റ്റാണ് നീ ഉണ്ടാക്കുന്നതിന്. ഉണ്ടാക്ക്, എനിക്ക് ഈ സമയമാകുമ്പോൾ ഓരോന്നൊക്കെ കഴിക്കാൻ കൊതിയാവുന്നുണ്ട്. ചേച്ചി എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. എപ്പോഴും എങ്ങനെയാണ് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നേ? ഓരോ കാര്യത്തിനും നിന്നെയല്ലേ ഇവിടെ എല്ലാരും അങ്ങോട്ട് ഇട്ട് പണിയിപ്പിക്കുന്നത്. എന്നെ വിട്ട് അടുക്കളയിൽ കയറാനും സമ്മതിക്കുന്നില്ല. വേറെ ആരെങ്കിലും സഹായിക്കാനുണ്ടോ നിന്നെ? നീ ഏത് നേരം പണിയല്ലേ, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. നയന പറയാണ്, അതൊന്നും ചേച്ചി ഓർത്ത് വിഷമിക്കണ്ട, എനിക്കിവിടെ വലിയ അധികം പണിയൊന്നും ഇല്ല. ചേച്ചി പറഞ്ഞാൽ മതി എന്താ വേണ്ടേന്ന്, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിത്തരാം. ഇനി പുറത്തുനിന്ന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ആദർശിട്ട് വരുമ്പോൾ ഞാൻ മേടിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കൂടെ പോയി ചേച്ചിക്ക് ഇഷ്ടമുള്ളത് മേടിച്ച് കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നിന്റെ ഒരുപാട് ക്യാഷ് ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആദർശേട്ടൻ എന്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തോളാൻ പറഞ്ഞ് കബോർഡിൽ കുറച്ച് ക്യാഷ് വെച്ചിട്ടുണ്ട്, എപ്പോ വേണമെങ്കിലും എനിക്കടുത്ത് ഉപയോഗിക്കാന്ന് പറയാണ്. അതിനൊക്കെ എന്റെ കെട്ടിയവൻ, അവന്റെ കയ്യിലാണെങ്കിൽ ഒറ്റ കാശില്ല, ഒന്ന് വെച്ചാലും അവിടെ ഒന്നും ഇരിക്കുകയില്ല, അവൻ എടുത്തോണ്ട് പോകും എല്ലാ പൈസയും. അതുപോലെ തന്നെ അവന്റെ കാർഡോ അവന്റെ അമ്മായിയുടെ കാർഡോ ഒക്കെ യൂസ് ചെയ്താൽ ഞാൻ ഓരോ സാധനം മേടിക്കുന്നത്, നീ കണ്ടോളൂ അല്ലേ? അതൊക്കെ എനിക്കറിയാം ചേച്ചി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹൽവ ഉണ്ടാക്കുന്നത് നവി ഇങ്ങനെ നോക്കി പഠിക്കുകയാണ്. നയന പറയുന്നുണ്ട്, ഇതൊക്കെ ഇങ്ങനെ ചേർക്കണം, അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ ഓർന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരമൊക്കെ ഇളക്കിയാല് നിന്റെ കൈ കഴിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ സാരില്ല, ആദർശമായിട്ട് നിന്ന് കഴിക്കുമ്പോഴേക്കും സൂപ്പറാണെന്ന് പറയുമ്പോൾ നമ്മുടെ ആ വേദന വിഷമം ഒക്കെ മാറും ചേച്ചി എന്ന് പറയാണ്. ദേവൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ നീ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഹൽവ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഇപ്പൊ ആർക്കും ഇവിടെ ഹൽവ തിന്നാന് എന്ന് ചോദിക്കാണ്. ദേവൻ ചോദിക്കുന്നുണ്ട്, നിനക്കാണോ നവ്യ, നിനക്കാണോ ഹൽവ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ വല്യമ്മ, എനിക്കല്ല, ആദർശനേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഹൽവ എന്ന് പറഞ്ഞു നയന, അതുകൊണ്ട് അവൾ ഉണ്ടാക്കുവാണെന്ന് പറയുന്നുണ്ട്. ആദർശിന് ഹൽവ ഇഷ്ടമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? നയന പറയാണ്, അല്ല എനിക്കങ്ങനെ തോന്നി, ഈ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ കാറിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പം കടയിലുള്ള ഹൽവ കണ്ട് ആദർശമായിട്ട് നോക്കുന്ന കണ്ടു, നമുക്കത് മേടിക്കാന്ന് പറഞ്ഞപ്പം കടയിലുള്ള സാധനമൊക്കെ അൺഹെൽത്തി ആന്ന് പറഞ്ഞിട്ട് ചേട്ടാ മേടിച്ചില്ല, ഒരുപക്ഷെ ഞാൻ വീട്ടിലുണ്ടാക്കിയ കഴിച്ചാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ സാധനമൊന്നും അവൻ അധികം കഴിക്കാറൊന്നുമില്ല, വെറുതെ നീ അവനെ സോപ്പിടാൻ വേണ്ടിയും അവന്റെ കഞ്ഞ ഓരോ സമ്മാനം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടും നിന്റെ ഓരോ കോപ്പറയങ്ങൾ കാണിക്കുന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. അതൊന്നും അല്ലമ്മേ, എന്തായാലും ആദർശേട്ടന് ഇത് ഒരുപാട് ഇഷ്ടം, എനിക്കത് ഉറപ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. കാണാം, വന്നു കഴിയുമ്പോഴേക്കും കൊടുത്തു കഴിയുമ്പോൾ അവനത് ഇഷ്ടമില്ല, അൺഹെൽത്തി ആണെന്ന് തന്നെ പറയും, അപ്പൊ പിന്നെ ബാക്കി എല്ലാവർക്കും കൊടുത്തു നിനക്ക് സമാധാനപ്പെടാം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈകുന്നേരം സമയമാകുമ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ആദർശ് ഒന്നും അവിടെ എന്തോ നല്ലൊരു മണം വരുന്നുണ്ടല്ലോ, എന്താ അച്ഛാ അതൊന്ന് ചോദിക്കാണ് കേട്ടോ. ജയൻ പറയുന്നുണ്ട്, എന്തൊക്കെയോ നയന അടുക്കളയിൽ ഉണ്ടാക്കുന്നുണ്ടടാ, അതിന്റെ മണമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശം ഇരിക്കുമ്പോഴേക്കും നവ്യ ആദർശത്തെ കോഫി കൊണ്ടിട്ടെന്ന് ചോദിക്കാണ്. ശരി കൊണ്ടുപോകാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നവ്യ കോഫി എടുക്കുന്ന അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും നിന്റെ ആദർശേട്ടൻ വന്നിട്ടുണ്ട്, ചെന്ന് നോക്ക് എന്ന് പറയാണ്. ആണോ, ഞാൻ ഇപ്പൊ തന്നെ സ്വീറ്റും കൊണ്ട് പോവാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോഫി ഉണ്ടാക്കാൻ പോകുമ്പോൾ നവ്യേച്ചി ഞാൻ കോഫി ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് എല്ലാം രണ്ടുപേർക്കും എടുത്തോണ്ട് പോവാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയനയുടെ കയ്യില് എല്ലാവർക്കും ഉള്ള കോഫിയും നവ്യയുടെ കയ്യില് ഹൽവയൊക്കെ ആയിട്ട് രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ടീപ്പോയിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെയുള്ള എല്ലാവരും വരുന്നുണ്ട്. ഇന്ന് ചായക്ക് ഹൽവ ആണോ കഴിക്കാന്, കാണുമ്പോ തന്നെ കൊതിയാവെന്ന് പറഞ്ഞ് എല്ലാരും കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന ഇങ്ങനെ ഉറ്റു നോക്കുകയാണ്. ദേവേനെ പറഞ്ഞ പോലെ ആദർശം കാണാൻ കഴിക്കാതിരിക്കുവോ എന്നോർത്തോളം സങ്കടപ്പെട്ട് നിൽക്കാണ്. അപ്പോഴേക്കും ആദർശ് ഇതെന്താ ഇന്ന് ഹൽവ പുറത്തുനിന്ന് മേടിച്ചാണെന്ന് ചോദിച്ചപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അല്ല ആദർശേട്ടാ, നയന ഇവിടെ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്. ആണോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൽവ, പക്ഷെ പുറത്തേക്ക് അൺഹെൽത്തി ആണ് ഞാൻ കഴിക്കാത്തത്, അവര് ഒരുപാട് എണ്ണയിലൊക്കെ പഴകിയ എണ്ണയിലൊക്കെ ആയിരിക്കില്ല ഉണ്ടാക്കുന്നത്, ഇവിടെ ഉണ്ടാക്കിയാണെങ്കിൽ അത് നയന ഉണ്ടാക്കാനും വിശ്വസിച്ച് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആദർശ് കഴിച്ചു നോക്കിയിട്ട് പറയാണ്, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുന്നു, അടിപൊളിയായിട്ടുണ്ട് ഹൽവ, നയന നിനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ, ഇങ്ങനെയാണെങ്കിൽ ഒരു ഹോട്ടലിൽ നീ തുടങ്ങുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദർശ് കിടിയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജയന് പറയാണ്, അതെ ഇത്രയും സ്വാദിൽ ഞാൻ ഇതുവരെ ഹൽവ കഴിച്ചിട്ടില്ല, അടിപൊളിയായിട്ടെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അതേ മോളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായമായിട്ടാണ് പറയുന്നത്. ജലജ പോലും പറയാണ്, അതെ ഇതുപോലത്തെ ഹൽവ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, നല്ല ടേസ്റ്റ് ആണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ദേവിന് മാത്രമേ കലിപ്പിച്ച് നിൽക്കാണ്. എന്താ ദേവയാനി നീ കഴിക്കുന്നില്ലെന്ന് ചോദിച്ച് ജയൻ ഒരു പീസ് അവളുടെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും വേറെ നിവൃത്തിയില്ലാതെ അവളും കഴിക്കുന്നുണ്ട് കേട്ടോ. കഴിച്ചു നോക്കിയിട്ട് അവൾ മനസ്സിൽ പറയാണ്, ഇത്രയും ടേസ്റ്റ് ഉണ്ടോ ഈ ഹൽവയ്ക്ക്, ഇവള് എന്ത് ഉണ്ടാക്കിയാലും എന്ത് ടേസ്റ്റാ, വെറുതെ അല്ല എല്ലാവരും കയ്യിലാക്കി എടുക്കുന്നത്, അച്ഛനും അമ്മേനെ ഒക്കെ ഇവൾ എങ്ങനെ കയ്യിലാക്കി എടുത്തതെന്നൊക്കെ ഇങ്ങനെ ദേവന് മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവള് തോറ്റുപോയ വിഷമത്തില് അവൾ എങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കും
എല്ലാവരും അത് ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്. അങ്ങനെ നവ്യ നയനയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ആദർശ് പറയാണ്, എന്തായാലും ഞാൻ ഇന്ന് വന്നപ്പോഴും ആലോചിച്ചതേ ഉള്ളൂ, ആ കടയിൽ ഹൽവ കഴിക്കുന്ന കണ്ടപ്പോൾ പക്ഷെ എന്ന് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, പക്ഷെ അതിന്റെ അൺഹെൽത്തി ആയിട്ടുള്ളത് ഓർത്തപ്പം കഴിക്കാനും തോന്നിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും വന്ന് കയറിയപ്പോൾ തന്നെ എന്റെ മനസ്സറിഞ്ഞ് നയന നീ ഉണ്ടാക്കി വെച്ചല്ലോ, എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയനയ്ക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര അങ്ങ് കോളടിച്ച പോലെ ആയി. സമയം നവ്യ പറയാണ്, നിന്റെ അമ്മായിയമ്മയുടെ മുഖത്തോട്ടം നോക്കിയടി, വാടി തളർന്ന പൂ പോലെ ആയിപ്പോയി എന്ന് പറയാണ്. ഉണ്ടായിരിക്കും ചേച്ചി, ഇനി അതങ്ങാണം കേട്ട് വേണം അവർ കിടന്ന് ബഹളം വെക്കാനെന്ന് പറയാണ് നയന. അങ്ങനെ ആ ഒരു പാത്രത്തില് ബാക്കി കുറച്ച് ഹൽവ കൂടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നയന അതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, പിന്നെ കൊടുക്കാണെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും ദേവേന ഓർക്കാണ്, ഇവളെന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാ, ഇനി ഇവളുണ്ടാക്കിയ കൊള്ളാം എന്നാലും പറയിരുന്നു പറഞ്ഞിട്ട് ആ ഹൽവയിൽ കുറെ ഉപ്പും വാരിയിട്ട് കുറെ നെയ്യൊക്കെ കോരി ഒഴിച്ച് അതാകെ പട കുളവാക്കി വെച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരമായപ്പം ആദർശ് രാത്രിയിൽ ഇറങ്ങി ചോദിക്കാണ്, നയന ആ ഹൽവയുടെ ബാക്കി ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് ആദർശ് ഇട്ടാ, ഞാൻ ഇപ്പൊ തന്നെ പേടുത്തോണ്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന അടുക്കളയിൽ പോയിട്ട് ആ ഹൽവ പാത്രത്തോടെ കൊണ്ടുവരാണ്. ഇത് ആദർശിട്ടെന്ന് നീക്കുമ്പോഴേക്കും അതിങ്ങനെ നെയ്യിൽ കുഴഞ്ഞെടുക്കാണ്. അയ്യോ ഇതെന്താ നയന ഇങ്ങനെ കിടക്കുന്ന ചോദിക്കുമ്പോൾ, അയ്യോ അത് അറിയില്ല ആദർശേട്ടാ, ഞാൻ മുമ്പേ എല്ലാം പാക്ക് ചെയ്ത് അടച്ചിട്ട് പോയതാ, പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയില്ലെന്ന് പറയുമ്പോഴേക്കും നയന ഒരു പീസെടുത്ത് കടിച്ചു നോക്കുമ്പോഴേക്കും ഭയങ്കര ഉപ്പ്, ഇതിനകത്ത് ആരോ ഉപ്പൊക്കെ വാരിട്ട് നെയ്യും ചേർത്ത് ആദർശേട്ടാന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ എന്ന് പറഞ്ഞ ആദർശ് രുചിച്ച് നോക്കുമ്പോഴും അതേ ശരിയാണല്ലോ, ഇതിൽ ആരോ ഉപ്പ് വാരിട്ടുണ്ടല്ലോ, നെയ്യും വാരി ഒഴിച്ചിട്ടുണ്ട്, ഇതാരും ഇങ്ങനെ പണി കാണിച്ചെന്ന് ഓർക്കാണ്. ദേവ്യാനാണെങ്കിൽ ഈ സംഭാഷണം കേൾക്കുന്നുണ്ട്. ഇത് കേട്ട് ദേവേനെ ഓർക്കാണ്, ചെയ്യണ്ടായിരുന്നു, അപ്പൊ അത് ദേഷ്യത്തിൽ അങ്ങ് ചെയ്തും പോയി, അത് മുഴുവൻ ചീത്തയായി പോയല്ലോ, ഇനി ആരെങ്കിലും അറിഞ്ഞാൽ ആകെപ്പാട് പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജലജയോട് ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട് നമ്മുടെ ദേവയാനി. അവരെ ഒളിഞ്ഞു നോക്കുന്നതും ഇങ്ങനെ അവര് പറഞ്ഞതൊക്കെ കേൾക്കുന്നതൊക്കെ അവളെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജലജയ്ക്ക് മനസ്സിലാകുന്നുണ്ട് എന്തോ ഒരു പരിപാടി ദേവേനെ ഒപ്പിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന്. അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മുടെ ജലജ ചോദിക്കുകയാണ്, അല്ല എന്താ പറ്റി ആദർശം ചോദിക്കുമ്പോൾ, ദാ ഇത് കണ്ടില്ല അപ്പച്ചി, ആരോ ഈ ഹൽവയ്ക്കകത്തൊക്കെ ഉപ്പും നെയ്യൊക്കെ വാരി ഒഴിച്ചത് കോളമാക്കി എന്ന് പറയുന്നുണ്ട്. ശരി നയനെ, നിന്റെ എത്ര നേരത്തെ കഷ്ടപ്പാടാത്, അതും ഇതുവരെ ഞങ്ങൾ ആരും കഴിക്കാത്ത ടേസ്റ്റുള്ള ഹൽവ ആയിരുന്നു, അത് മൊത്തം ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞത് ആരാണേലും അവളുമാര് ഗുണം പിടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ അവൾ ഉദ്ദേശിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് നയനെ സങ്കടപ്പെട്ട ഈ സാധനമൊക്കെ കൊണ്ട് അടുക്കളയിൽ വെക്കുകയാണ്. ആദർശ് പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, നമുക്ക് ഇനി ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ പറയാണ്. എങ്കിലും ഇത്ര ടേസ്റ്റ് ഉണ്ടാക്കി ഫുഡില് ഇങ്ങനെയൊക്കെ ചേർക്കാൻ ആർക്കും ആദർശിട്ട മനസ്സ് വന്നത്, അവർക്ക് എന്തായാലും വലിയ കരിങ്കല്ലിന്റെ മനസ്സ് തന്നെയാണെന്ന് പറയുന്നുണ്ട് ആദർശ്. ഇനി അപ്പച്ചി വല്ല ആയിരിക്കുമോ എന്ന് നയന ചോദിക്കുമ്പോൾ അവരായിരിക്കാൻ സാധ്യതയുണ്ട്. ആദർശ് പറയാണ്, ആരാണേലും അവരൊരു മെനകെട്ട സ്ത്രീ തന്നെയാ, അല്ലാത്തവരൊന്നും ഇങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ഒരാളുടെ കഷ്ടപ്പാടിനെ നശിപ്പിക്കാന് അങ്ങനെയുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ, ദുഷ്ടതയായ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് ആദർശ് എന്നെ പറയുന്നുണ്ട്. അവരെയൊക്കെ അടിച്ചു തല്ലിക്കൊണ്ട് സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ദേഷ്യപ്പെടുന്നുണ്ട്. ബാ നമുക്ക് പോയി കിടക്കാം, അതൊന്നും സാരയില്ല, അവിടെ വെച്ചിട്ട് വാന്നും പറഞ്ഞിട്ട് അതിനെ സമാധാനിപ്പിച്ച് ആദർശ് കൊണ്ടുപോകുമ്പോഴേക്കും ദേവേനെ ഓർക്കാണ്, എന്റെ മാവന്റെ വായിന്ന് തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കണമെന്നല്ല ഈശ്വര, നേരത്താണോ എനിക്ക് തോന്നിയത് അമ്മാതിരൊരു ബുദ്ധി ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ ദേവേനെ അവിടെ നിന്ന് ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ വരാനിരിക്കുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതിന്റെ മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.